സിനിമയിലോട്ടുള്ള ഒരു യാത്ര അതെങ്ങനെയായിരുന്നു? ഒരു ജേർണി എന്തായിരുന്നു എന്ന് പറയാമോ? ആർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ കോഴിക്കോട്ട് നാടകം തന്നെ. ഈ നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു കഥ നമ്മളിൽ ഉണ്ടായി, നമ്മളെ ട്രൂപ്പിൽ. അപ്പോൾ ഇത് തിരക്കിടില്ല, നാടകം കളിക്കാൻ പറ്റില്ല, സിനിമ ആക്കാനേ പറ്റുള്ളൂ. സിനിമ ആക്കണമെങ്കിൽ ഇത് വലിയ കാര്യം, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അത് നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് നമുക്ക് തുടങ്ങാൻ ഉള്ള കാശ് വെച്ചാൽ എല്ലാവരും അടുത്തും കൂടി ഒരു 10-20,000 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളറും ഒന്നുമില്ല. എടുക്കാം എന്ന് വെച്ചൊക്കെ തുടങ്ങി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് മണ്ണ് എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാൻ വേണ്ടി KG ജോർജും കുറച്ച് ആളുകളും വന്നു. അതിൽ 2 പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു. അവർ എന്തോ പറഞ്ഞ് തെറ്റിപ്പിരിഞ്ഞു. അപ്പം നിലമ്പൂർ ബാലേട്ടൻ പറഞ്ഞു, PV മാധവൻ എന്ന് പറഞ്ഞ ആളാണ് ഒരു പ്രൊഡ്യൂസർ. മാധവന് സിനിമ എടുക്കണമെങ്കിൽ വാ, നമ്മളെ കുട്ടികൾ കുറച്ച് പേരുണ്ട്, നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട്, അവർ സിനിമ എടുക്കുന്നത് അത് എടുക്കാം, വലിയ പൈസയും വേണ്ടെന്ന് തന്നെ. അങ്ങനെ ഈ മാധവനെയും കൂട്ടിയിട്ട് നിലമ്പൂർ ബാലേട്ടൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ സിനിമ അങ്ങനെ മെനക്കെട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട, അത് ഇയാളെടുത്തോളൂ, ഇത് മാധവൻ എന്ന് പറഞ്ഞ ആളാണ്. കാരണങ്ങളൊക്കെ പറഞ്ഞു തന്നെ. അന്യരുടെ ഭൂമി എന്നാണ് ആ സിനിമയുടെ പേര്, അന്യരുടെ ഭൂമി. അപ്പം നിലമ്പൂർ ബാലൻ തന്നെ സംവിധാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു. അങ്ങനെ അതുണ്ടായി. 77 അതിനൊരു ഈ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ഒരു അവാർഡ്, കേന്ദ്ര അവാർഡ് കിട്ടി. അത് പിന്നെ 5 കൊല്ലം ആയിരത്തേനും വീണ്ടും നാടകത്തിലേക്ക് പോയി. 5 കൊല്ലം വീണ്ടും നാടകം ഇട്ടിരിക്കുമ്പോഴാണ് 82 സുറുമയിട്ട കണ്ണുകൾ, നമ്മൾ വിജയരാഘവൻ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് വരുന്നു. അവിടുന്ന് ആ പടം തുടങ്ങി. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 86 ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, സിബി മലയിൽ ശ്രീനിവാസൻ, അരോമ മണി സാർ, അത് കോഴിക്കോട്ട്. ഇതൊക്കെ കോഴിക്കോട്ട് തന്നെ. എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ച് ഷൂട്ടിങ്. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ അറബിക് മനുഷ്യയായിട്ട് നമ്മളൊരാളുണ്ട്. പിന്നെ സിബി മലയിൽ അരോമ മണിക്ക് ആർക്കും അറിയില്ലല്ലോ. അവനെ വിളിച്ച് പരിചയപ്പെട്ടതിൽ ഒരു അറബി മനുഷ്യൻ്റെ ഒരു സ്കൂൾ സബ്ജക്റ്റാണ്, അതായിക്കോട്ടെ തന്നെ. അത് ചെയ്തു. അപ്പോൾ 2 സീൻ മാത്രമേ ഉള്ളൂ, അത് എഴുതി വെച്ച്. അപ്പോൾ സിബി പറഞ്ഞു തിരക്കടില്ല, അറബി മനുഷ്യൻ കുഴപ്പമില്ല, അങ്ങനെ സീൻ എഴുതി കയറ്റി. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ നാടോടിക്കാറ്റ് റാംജി റാവു ഒക്കെ വന്നപ്പോൾ എനിക്ക് തന്നെ ആരും പുറത്താക്കിയാൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലായി.